ക്ലിയർ ആണോ? ആരെങ്കിലും ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ? ഹലോ? ബാക്കിയുള്ള പോർഷൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഡിസൈൻ പാർട്ട് അതുപോലെയുള്ള നമ്മുടെ അനാലിസിസ് പാർട്ടിലേക്കൊക്കെ വരുമ്പോൾ വി ഷുഡ് ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് ദ കപ്പാസിറ്റി ഓഫ് ഇൻവേർട്ടേഴ്സ് വിച്ച് ഷുഡ് ബി യൂസ്ഡ് ഇൻ യു പി എസ്. യു പി എസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇൻവേർട്ടേഴ്സിൻ്റെ കോൺഫിഗറേഷൻ, അതിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ കറണ്ട് റേറ്റിംഗ്, വോൾട്ടേജ് റേറ്റിംഗ്, അതുപോലെയുള്ള പാർട്സ് എല്ലാം നമുക്ക് അറിയണമെങ്കിൽ വി ഷുഡ് ഹാവ് എ പ്രൈമറി നോളജ് റിഗാർഡിംഗ് ഇൻവേർട്ടേഴ്സ്. ഓക്കെ, സോ ടുഡേയ്സ് ക്ലാസ്സിൽ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻവേർട്ടേഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഇന്ന് സോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇൻവേർട്ടേഴ്സ് ആണ്. ഓക്കെ, സോ ഇൻവേർട്ടേഴ്സ്, they are the power electronic devices, അല്ലേ? They are the power electronic converters which converts എങ്ങനെയാ DC, which will be converting DC source of power to AC, അല്ലേ? DC source of power to AC. DC ഫോമിലുള്ള പവറിനെ AC ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പവർ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ആണ് ഇൻവേർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ സ്ക്രീൻ ഇപ്പോൾ കാണുന്നുണ്ട് സ്വിച്ച് മോഡ് DC to AC. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ സ്വിച്ച് മോഡ് എന്നുള്ള ടേം യൂസ് ചെയ്തത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. തൽക്കാലം യു ടേക്ക് ദിസ് പാർട്ട്, DC to AC inverters or DC to AC converters, they are known as inverters. Okay, DC to AC power electronic devices are known as inverters. Okay, അപ്പോൾ ഇന്നത്തെ ത്രൂ ഔട്ട് ക്ലാസ്സിൽ നമ്മൾ ഇൻവേർട്ടേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെ ടൈപ്പ് ഇൻവേർട്ടേഴ്സ് ഉണ്ട്, ഇൻവേർട്ടേഴ്സിൻ്റെ വർക്കിംഗ്, അതിൻ്റെ ഫങ്ഷനും, അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻവേർട്ടേഴ്സ്, ദേ ആർ ദ പവർ ഇലക്ട്രോണിക് കൺവേർട്ടേഴ്സ് വിച്ച് വിൽ ബി കൺവേർട്ടിംഗ് DC to AC. ഓക്കെ ആണല്ലോ? അപ്പോൾ in inverters also we will be using semi-conducting devices or switches. Okay, we will be switching and we will be giving proper pulses to the proper semi-conducting devices in order to get or in order to convert DC form to AC. Okay, for example നോക്കുകയാണെങ്കിൽ, see, suppose we are having a constant DC source. എനിക്കൊരു constant DC source available ആണ്. ഇതിന് polarity ഉണ്ട്. I am getting plus here and minus here. Okay, now from this DC source, okay, from this DC source, by using semi-conducting devices or switches, okay, by using semi-conducting devices or switches, I am getting, നിങ്ങൾ ഈ ഒരു വോൾട്ടേജ് സോഴ്സിന്റെ ഔട്ട്പുട്ട് നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും? സപ്പോസ് ദിസ് ഇസ് V, ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് V ആണെങ്കിൽ, ഹൗ വിൽ ഐ മാർക്ക് ദ വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും? ഇതിന്റെ വോൾട്ടേജ് എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ DC, അല്ലേ? ദിസ് ഇസ് ദ representation. In semi-conducting devices or switches, okay, by using semi-conducting devices or switches, I will be somehow, I am connecting, see, this V, okay, this V I am connecting across the load, see, across the load in such a way that positive polarity is coming across this point, and negative polarity is coming across this point. Okay, അപ്പോൾ നിങ്ങളിത് ഒരു ഹാഫ് ദ ടൈം പീരീഡ്, ടോട്ടൽ ടൈം പീരീഡ് ഞാൻ T ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഹാഫ് ടൈം പീരീഡിലേക്ക് എൻ്റെ ലോഡിന് ഈ സെമി കണ്ടക്ടിങ് ഡിവൈസ് യൂസ് ചെയ്തിട്ട് ഐ എം കണക്ടിങ് ദിസ് സ്വിച്ച്, ഓക്കെ, ഐ എം കണക്ടിങ് ദിസ് സ്വിച്ച് അക്രോസ് മൈ സോഴ്സ് ആൻഡ് ലോഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഐ എം ഗെറ്റിംഗ് എ പോസിറ്റീവ് പൊളാരിറ്റി ഹിയർ ആൻഡ് എ നെഗറ്റീവ് പൊളാരിറ്റി ഹിയർ. ഓക്കെ ആണല്ലോ? സോ എനിക്ക് എന്ത് കിട്ടും? across this I will be getting a plus V volt. Okay, this plus V volt I am maintaining it for half the time period. Okay, ഒരു total time period T ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു T/2 time periodലേക്ക് I am connecting this switches. Okay, I am connecting the switch across my source and load. ലോഡിനും സോഴ്സിനും across ഞാൻ കണക്ട് ചെയ്തു in such a way that I am getting a plus V volt across the. Okay, അപ്പോൾ ഈ ഒരു പോയിന്റ് വരെ എനിക്ക്
+V വോൾട്ട് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടി. ഇനി സി ഐ എം സ്വിച്ചിങ് ഫോർ ദ നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ ഞാൻ എന്ത് ചെയ്തു, ഈ പൊളാരിറ്റി ഈ പോയിന്റിനെ ഓക്കെ ഈ പോയിന്റിനെ ഇങ്ങോട്ടേക്കും, അതായത് ഈ സെമി കണ്ടക്ടിങ് സ്വിച്ചസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഐ എം കണക്ടിങ് ദിസ് പൊളാരിറ്റി, നെഗറ്റീവ് പൊളാരിറ്റി ഹിയർ ആൻഡ് പോസിറ്റീവ് പൊളാരിറ്റി അറ്റ് ദിസ് പോയിന്റ് by using my semi-conducting switches. So what happens? Across my load, see, I am getting -V. അപ്പോൾ ടോപ്പിൽ നമുക്ക് +V കിട്ടി ഹാഫ് ദ ടൈം പീരീഡിൽ. സെമി കണ്ടക്ടിങ് സ്വിച്ചസ് പ്രോപ്പർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ എം ഇന്റർചേഞ്ചിങ്. കണ്ടോ, ലോഡിന്റെ വയർ അഴിച്ച് കണക്ട് ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ മതി. നേരെ ലോഡിന്റെ വയർ അഴിച്ചിട്ട് റിവേഴ്സ് ആയിട്ട് കണക്ട് ചെയ്തു. സോ വാട്ട് ഹാപ്പൻസ്, ദിസ് ബിക്കംസ് -V. ഓക്കെ, ഈ ഒരു പാറ്റേൺ I am repeating. Okay, this pattern I am repeating. So what happens, I am getting a square wave output, ഒരു alternating quantity ആയിട്ടുള്ള square wave output. This was the first inverter. ഒരു ഇൻവെർട്ടർ കോൺഫിഗറേഷനിലെ ഫസ്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള കേസ് സ്വിച്ചിങ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തത് ഒരു സ്ക്വയർ വേവ് സ്വിച്ച്ഡ് ഇൻവെർട്ടർ ആയിരുന്നു, അല്ലെങ്കിൽ സ്ക്വയർ വേവ് ഇൻവെർട്ടർ ആയിരുന്നു ഫസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തത്. ഇനി വാട്ട് ഹാപ്പൻസ് ടു ദി സ്ക്വയർ വേവ്, നമ്മളൊരു സ്ക്വയർ വേവ് എടുത്ത്, ഓക്കെ, ഈ സ്ക്വയർ വേവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ആക്ച്വലി ദി സ്ക്വയർ വേവ് മീൻസ് ഇറ്റ് ഈസ് ആക്ച്വലി എ സം ഓഫ് ഫണ്ടമെന്റൽ വാല്യൂ ഓഫ് വോൾട്ടേജ്. ഓക്കെ, ഫണ്ടമെന്റൽ വാല്യൂ ഓഫ് വോൾട്ടേജ്, നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസാണ് ഫണ്ടമെന്റൽ എന്ന് പറയുന്നത്. ഇനി ആ ഫണ്ടമെന്റലിന്റെ തേർഡ് ഹാർമോണിക്, ഫിഫ്ത് ഹാർമോണിക്, സെവൻത് ഹാർമോണിക്, അങ്ങനെയുള്ള ഒരു അപ്രോക്സിമേറ്റ്ലി 15th ഹാർമോണിക് വരെയുള്ള വോൾട്ടേജസിന്റെ സം ആയിട്ട് നമുക്ക്, നിങ്ങൾ സം എടുത്തു കഴിഞ്ഞാൽ ഈ വേവ് ഫോം എല്ലാം നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് എ സ്ക്വയർ വേവ് ഫോം. അത് കാര്യം ഇത്രേ ഉള്ളൂ. സി സപ്പോസ് ഐ എം ഗെറ്റിംഗ് ഫണ്ടമെന്റൽ സൈനസോയിഡൽ വേവ് ഫോം. ഇതിന്റെ കൂടെ ഞാൻ എന്താ ആഡ് ചെയ്തു, എന്റെ തേർഡ് ഹാർമോണിക് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരൊറ്റ ഫുൾ സൈക്കിളിൽ എനിക്ക് 3 സൈക്കിൾ കിട്ടണം. ഫസ്റ്റ് സൈക്കിൾ, ഓക്കെ, സെക്കൻഡ് സൈക്കിൾ, പിന്നെ തേർഡ് സൈക്കിൾ. അതുപോലെ തന്നെ ഫിഫ്ത് ഹാർമോണിക്, അതുപോലെ തന്നെ സെവൻത് ഹാർമോണിക്. ഒരു 1 to 10 അല്ലെങ്കിൽ 1 to 12 ആ ഒരു ഹാർമോണിക് ഓർഡർ വരെയുള്ള എല്ലാ ഫ്രീക്വൻസികളും നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് എ സ്ക്വയർ വേവ് ഫോം. ഓക്കെ ആണല്ലോ, ഒരു സ്ക്വയർ വേവ് ഫോം കിട്ടും. അപ്പോൾ ഈ സ്ക്വയർ വേവ് ഫോമിൽ നിന്ന് എനിക്ക് ഫണ്ടമെന്റൽ മാത്രം കിട്ടാൻ ഞാൻ എന്ത് ചെയ്താൽ മതി, ഒരു ഫിൽറ്റർ സർക്യൂട്ട് യൂസ് ചെയ്ത്, ഓക്കെ, ഒരു ഫിൽറ്റർ സർക്യൂട്ട് യൂസ് ചെയ്ത് ഐ ക്യാൻ എലിമിനേറ്റ് ഓൾ ദീസ് ഹാർമോണിക് കണ്ടന്റ്സ്. ഓക്കെ, ഓൾ ദീസ് ഹാർമോണിക് കണ്ടന്റ്സ് എനിക്ക് എന്ത് ചെയ്യാം, ഒരു ഫിൽറ്റർ സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇൻവെർട്ടർ ഔട്ട്പുട്ട്, ഓക്കെ, ദിസ് ഇൻവെർട്ടർ ഔട്ട്പുട്ട്, see this inverter output plus my inverter output plus a filter circuit is actually what is given to the load. കാരണം എന്താ, നമ്മുടെ ലോഡ്സ് എല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഫണ്ടമെന്റൽ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ കമ്പോണൻസിനെയും വിൽ ബി ടേക്കിംഗ് ഇറ്റ് ആസ് ഹാർമോണിക്സ്. ഓക്കെ, വിൽ ബി കൺസിഡറിങ് ഇറ്റ് ആസ് ഹാർമോണിക്. അതായത് തേർഡ് ഹാർമോണിക്, ഫിഫ്ത് ഹാർമോണിക്. ഈ ഹാർമോണിക് എന്ന് പറഞ്ഞാൽ എന്താ, the voltage which is corresponding to the 3 into 50, അല്ലെങ്കിൽ voltage which is corresponding to 5 into 50. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് ഉള്ള കമ്പോണൻസിനെ എല്ലാം വിൽ ബി കൺസിഡറിങ് ഇറ്റ് ആസ് ഹാർമോണിക്സ്. അപ്പോൾ നമുക്ക് വേണ്ട എന്ത് മാത്രമേ ഉള്ളൂ, വി റിക്വയർ ഓൺലി ദ ഫണ്ടമെന്റൽ പാർട്ട്. ഓക്കെ, സി ഇതുവരെ ക്ലിയർ ആണോ എല്ലാവർക്കും ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ? എനിവൺ? ക്ലിയർ ആണോ ഇതുവരെ? ആരെങ്കിലും ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ, ക്ലിയർ ആണോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ? യെസ്, സാർ പറയണ സൗണ്ട് കുറച്ചുകൂടി കൂട്ടാവോ? സൗണ്ട് ക്ലിയർ അല്ലേ സാർ? വളരെ ഫീബിൾ ആയിട്ടാ കേൾക്കണത്, ഒരു മനസ്സിലാവണുണ്ട്, ബട്ട് കുറച്ചുകൂടി വോളിയം കൂട്ടാവോ? ഓക്കെ ആണോ?
ഇപ്പൊ കുഴപ്പമില്ല സർ, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. മൈക്കിന്റെ കംപ്ലൈന്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഓക്കെയാണ്. ഞാൻ കുറച്ചുകൂടെ ഉറക്കെ സംസാരിക്കാം കേട്ടോ. ഇപ്പൊ ഓക്കെ അല്ലേ ഏകദേശം? ഓക്കെ സർ, ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. സോ സി സോ ഫസ്റ്റ് മെയിൻ ഓക്കെ. സോ ബേസിക് ആയിട്ടുള്ള ഇൻവെർട്ടറിന്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ ആണല്ലോ? സോ ഇൻവെർട്ടർ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഇൻവെർട്ടർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്ക്വയർ വേവ് മോഡ് ഓഫ് ഓപ്പറേഷൻ അല്ലേ? വിൽ ബി ഗെറ്റിംഗ് എ സ്ക്വയർ വേവ്. സോ ഫ്രം ദ സ്ക്വയർ വേവ് ഐ വാണ്ട് ടു ഗെറ്റ് ദ ഫണ്ടമെന്റൽ കിട്ടണം. അപ്പോൾ ഫണ്ടമെന്റൽ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് 50 ഹെർട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫണ്ടമെന്റൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫിൽറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യണം. ഓക്കെ. സോ ഈ ഫിൽറ്റർ സർക്യൂട്ടിന്റെ മെയിൻ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻലി ആൻ ഇൻഡക്ടർ ആൻഡ് എ കപ്പാസിറ്റർ. സോ വാട്ട് ഹാപ്പൻസ്, നമുക്ക് എല്ലാ കേസിലും, അതായത് എപ്പോഴും ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് സ്ക്വയർ വേവ് ഔട്ട്പുട്ട് ആണെങ്കിൽ വി കനോട്ട് ഡിഫൈൻ അല്ലെങ്കിൽ വി കനോട്ട് ഡിസൈൻ എ ഫിൽറ്റർ സർക്യൂട്ട്. ഞാൻ പറഞ്ഞു നമ്മുടെ മെയിൻ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇൻഡക്ടറും കപ്പാസിറ്ററും ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ സർക്യൂട്ടിന്റെ സൈസ്, അതുപോലെ സർക്യൂട്ടിന്റെ കോസ്റ്റ്, എല്ലാ കേസിലും ഈ സൈസ് സർക്യൂട്ടിന്റെ റേറ്റിംഗ്സ് അനുസരിച്ച് ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും ആ ഫിൽറ്റർ സൈസ് ഇറ്റ് ഗോസ് ഓൺ ഇൻക്രീസിങ്. സോ യു ഷുഡ് ഫൈൻഡ് എൻ ഓൾട്ടർനേറ്റീവ്. നമുക്കൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഈ ഫിൽറ്ററിനെ നമുക്ക് മാക്സിമം അതിന്റെ എന്ത് ചെയ്യണം, സൈസ് കുറച്ച്, അല്ലെങ്കിൽ ഫിൽറ്റർ ഇല്ലാത്തൊരു കേസിലേക്ക് നമുക്ക് വരണം. സോ മെയിൻ ഒരു മോഡിഫിക്കേഷൻസ് ചെയ്ത് എന്തായിരിക്കും, അല്ലെങ്കിൽ മെയിൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡിഫിക്കേഷൻ എന്തായിരിക്കും? നമുക്ക് ഈ സ്ക്വയർ വേവ് ഔട്ട്പുട്ടിൽ തന്നെ, ഓക്കെ, ഈ സ്ക്വയർ വേവ് ഔട്ട്പുട്ടിൽ നിന്ന് ഓക്കെ, സി ഇതുവരെ നമുക്ക് കിട്ടിയത് സ്ക്വയർ വേവ് ആണ്. അപ്പൊ ആ സ്ക്വയർ വേവ് ഔട്ട്പുട്ടിൽ നിന്ന് ഓക്കെ, ഹൗ ക്യാൻ യു ഗെറ്റ് ആൻ അപ്രോക്സിമേറ്റ് സൈനസോയ്ഡൽ വേവ് ഫോം? ഓക്കെ. അപ്പൊ സി സ്ക്വയർ വേവ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് പോസിറ്റീവ് പൊളാരിറ്റിയിലും കോൺസ്റ്റന്റ് ആണ്. ഈ നെഗറ്റീവ് പൊളാരിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കിളിലും നെഗറ്റീവ് സൈക്കിളിലും എന്തായിരിക്കും? ഈ വോൾട്ടേജിന്റെ പാരാമീറ്റർ ഇസ് ഓൾമോസ്റ്റ് റിമൈനിങ് എ കോൺസ്റ്റന്റ്. സോ വാട്ട് ഹാപ്പൻസ്, വി കോൺസ്റ്റന്റ് ആണ്. പക്ഷേ നമ്മുടെ ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് നമുക്കറിയാം ഇറ്റ് ഈസ് ഇൻ ദ എ സി ഫോം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമുക്ക് വേരി ചെയ്യേണ്ട, അല്ലെങ്കിൽ ഓരോ ആപ്ലിക്കേഷൻസിന്റെ കേസിലും വേരി ചെയ്യേണ്ട രണ്ട് മെയിൻ പാരാമീറ്റർ എന്ന് പറയുന്നത്, ഒന്ന് വോൾട്ടേജ്, രണ്ടാമത് അതിന്റെ ഫ്രീക്വൻസി. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് വൺ വോൾട്ടേജും, രണ്ട് അതിന്റെ ഫ്രീക്വൻസി. ഈ രണ്ട് മെയിൻ പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ വേരി ചെയ്യേണ്ടതായിട്ട് വരുന്ന മെയിൻ പാരാമീറ്റേഴ്സ്. ഒന്ന് വോൾട്ടേജും ഒന്ന് ഫ്രീക്വൻസി. അപ്പോൾ ഈ ഫിൽറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യാതെ, ഓക്കെ, ഫിൽറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യാതെ ഹൗ ക്യാൻ ഐ ഗെറ്റ് ആൻ ആവറേജ് ഔട്ട്പുട്ട് സൈനസോയ്ഡ്? ഇതാണ് എൻ്റെ മെയിൻ എയിം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ചെയ്തത്, ഈ ഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ, ഓക്കെ, ഈ ഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ ഐ എം ഡിവൈഡിങ് ഇറ്റ് ഇൻറ്റു ഈക്വൽ നമ്പർ ഓഫ് പൾസസ്. ഈക്വൽ നമ്പർ ഓഫ് പൾസസ് ആയിട്ട് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് പൾസ്, സെക്കൻഡ് പൾസ്, തേർഡ് പൾസ്, ഫോർത്ത് പൾസ്. നോക്കിയേ, ഈക്വൽ പൾസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കിയേ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എനിക്ക് കുറെ പൾസസ് ആയിട്ട് കിട്ടി. നെഗറ്റീവ് ഹാഫ് സൈക്കിളും അതുപോലെ തന്നെ ഈക്വൽ പൾസസ് ആയിട്ട്, ഈക്വൽ നമ്പർ ഓഫ് പൾസസ് ആയിട്ട് എനിക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പൾസ്, ദെൻ സെക്കൻഡ് പൾസ്, ദെൻ തേർഡ് പൾസ്, ദെൻ ഫോർത്ത് പൾസ്. ഓക്കെ. ഇനി നിങ്ങൾ ഇതിന്റെ ആവറേജ് വേരിയേഷൻ എടുത്ത് നോക്കിയേ. ആവറേജ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് ഒരു യു ഷേപ്പ് ആയിരിക്കും ഇതിന്റെ ആവറേജ് വേരിയേഷൻ കിട്ടുക. സൈനസോയിഡിലല്ല, യു ഷേപ്പ്. കണ്ടോ, യു ഷേപ്പ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. ദെൻ നമുക്ക് വേണ്ടത് എന്താ? വി ഹാവ് ടു ഗെറ്റ് എ ഔട്ട്പുട്ട്, പക്ക ഒരു സൈനസോയിഡിന്റെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ സൈനസോയിഡിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? പതുക്കെ റൈസ് ചെയ്ത് കറക്റ്റ് 90 ഡിഗ്രി അതിന്റെ പീക്ക് ഹൈ ആയി, വീണ്ടും 180 ഡിഗ്രി വരുമ്പോൾ അതിന്റെ പീക്ക് കുറഞ്ഞ് 0 ആയി, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ വീണ്ടും അത് ഇൻക്രീസ് ചെയ്ത് മാക്സിമം വന്ന് വീണ്ടും തിരിഞ്ഞത് 0 ആണ്. കണ്ടോ? അപ്പോൾ കറക്റ്റ് 90 ഡിഗ്രി വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വാട്ട് ഹാപ്പൻസ്, മാക്സിമം അറ്റ് 90 ഡിഗ്രി ഇതിന്റെ പീക്ക് എന്ന് പറയുന്നത് VM എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആയിരിക്കും. ഓക്കെ, ഈ പോയിന്റ്, അതായത് this is 90,
ദിസ് ഇസ് 180, ദിസ് ഇസ് 270 ആൻഡ് 360. അപ്പൊ എന്തായിരിക്കണം? ആവറേജ് വേരിയേഷൻ അറ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് ആവറേജ് വേരിയേഷൻ അറ്റ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഇത് എങ്ങനെയായിരിക്കണം? ഇതിന്റെ മിഡ് പോയിന്റിൽ അതിന് മാക്സിമം വരും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലോങ് ദ മിഡ് പോയിന്റ് പൾസ് വിത്ത് എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. ഇതിന്റെ രണ്ട് സൈഡിലേക്കും ഇതിന്റെ രണ്ട് സൈഡിലേക്കും പൾസ് വിത്ത് ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് വരണം. സി പൾസ് വിത്ത് ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് വരണം. അപ്പോൾ ഇനി നിങ്ങൾ ഇതിന്റെ ആവറേജ് വേരിയേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നോക്കിയേ, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കുറവാണ്. സോ സ്ലൈറ്റ് ആയിട്ട് റൈസ് ചെയ്തു. ഇവിടെ വീണ്ടും ആംപ്ലിറ്റ്യൂഡ് കൂടി. ഈ ടുവേർഡ്സ് സെന്റർ പോയിന്റ് വന്നു കഴിഞ്ഞപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, then again it gradually decreases. കണ്ടോ? അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു സൈനസോയ്ഡ് we are able to generate. ഇതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ എവല്യൂഷൻ ഓഫ് ഇൻവെർട്ടർ. ഇൻവെർട്ടറിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ആണ്. ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ഒരു സ്ക്വയർ വേവ് ഇൻവെർട്ടർ ആയിരുന്നു. അതിനുശേഷം ഒരു യു ഷേപ്പിലേക്ക് വന്നു. യു ഷേപ്പിലായിട്ടുള്ള കേസ്, അതായത് ഈക്വൽ നമ്പർ ഓഫ് പൾസസ് വരുന്ന കേസ്. പിന്നെ അടുത്ത കേസ് വന്നതാണ് എങ്ങനെ? ടുവേർഡ്സ് സെന്റർ പൾസ് വിത്ത് മാക്സിമം. ടുവേർഡ്സ് സെന്റർ പൾസ് വിത്ത് മാക്സിമം ബോത്ത് സൈഡ്സിലേക്ക്, ഇതിന്റെ രണ്ട് സൈഡ്സിലേക്കും പൾസ് വിട്ട് മാക്സിമം റെഡ്യൂസ് ചെയ്തുകൊണ്ട് വന്നു. ഇനി ഇതെങ്ങനെ എനിക്ക് റിയലൈസ് ചെയ്യാം? ഇത് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇലക്ട്രോണിക് സർക്യൂട്ടിലുള്ള മോഡുലേഷൻ ടെക്നിക്ക് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ മോഡുലേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മോഡുലേഷൻ ടെക്നിക്ക്? മോഡുലേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഹൈ ഫ്രീക്വൻസി കാരിയർ വേവ് ഫോമിലേക്ക് നമ്മുടെ സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. അത് വെച്ച് കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഈ സെമി കണ്ടക്ടിങ് ഡിവൈസസിന്റെ സ്വിച്ചിങ് പൾസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഔട്ട്പുട്ട് ഈ രീതിയിലേക്ക് വരും. ദിസ് മെത്തേഡ് ഇൻ വിച്ച് വി ആർ യൂസിങ് എ ഹൈ ഫ്രീക്വൻസി കാരിയർ വേവ് ഫോം. ഹൈ ഫ്രീക്വൻസി നമ്മൾ അടുത്ത സ്റ്റേജിൽ കാണും കേട്ടോ. ഇതിപ്പോ ഞാൻ റഫ് ആയിട്ട് വരയ്ക്കുന്നതാണ്. ഓരോന്നിന്റെയും ക്ലിയർ ആയിട്ടുള്ള ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഒരു ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽ കമ്പയർഡ് വിത്ത് എ മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ലെങ്കിൽ സൈനസോയ്ഡൽ വേവ് ഫോം. ഇതില് നമ്മളൊരു പ്രോപ്പർ മോഡുലേഷൻ സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ we will be able to generate a proper width modulated അല്ലെങ്കിൽ pulse width modulated inverter. അപ്പോൾ ഇതിന്റെ ആവറേജ് വേരിയേഷൻ, ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതുപോലെ പൾസസ് ആയിരിക്കും. ഇതിന്റെ ആവറേജ് വേരിയേഷൻ എന്ന് പറയുന്നത് it will be approximately a sinusoidal waveform. This method is known as sinusoidal waveform. വെച്ചിട്ടുള്ള കമ്പാരിസൺ ആണ്, മോഡുലേഷൻ ടെക്നിക്കാണ് നമ്മൾ എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. ദിസ് മെത്തേഡ് ഇസ് നോൺ ആസ് സൈനസോയ്ഡൽ പൾസ് വിത്ത് മോഡുലേറ്റഡ് ഇൻവെർട്ടേഴ്സ് അല്ലെങ്കിൽ സൈനസോയ്ഡൽ പൾസ് വിത്ത് മോഡുലേഷൻ ടെക്നിക്. അപ്പോൾ സ്വിച്ച് മോഡ് DC ടു AC ഇൻവെർട്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഇൻവെർട്ടേഴ്സിന്റെ ഫസ്റ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ വേവ് ഫോം ആയിരുന്നു. അതിനുശേഷം എന്തായിരുന്നു? ഈക്വൽ പൾസസ് ഉള്ള ഒരു ഇൻവെർട്ടർ സ്റ്റേജിലേക്ക് നമ്മൾ വന്നു. പിന്നെ വീണ്ടും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എനിക്ക് എന്റെ ഫിൽറ്റർ സർക്യൂട്ടിന്റെ സൈസ് മാക്സിമം കുറഞ്ഞിരിക്കണം. പിന്നെ സ്വിച്ചസ് പ്രോപ്പർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ, സ്വിച്ചിങ് പൾസ് പ്രോപ്പർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എന്റെ ഔട്ട്പുട്ട് കറക്റ്റ് ആവറേജ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു സൈനസോയ്ഡൽ വേവ് ഫോം ആയിട്ട് എനിക്ക് ഔട്ട്പുട്ടിൽ കിട്ടണം. അപ്പോൾ ഈ പറയുന്ന എയിം ഒക്കെ ഉള്ളത് കൊണ്ടാണ് വി ആർ ഗോയിങ് ഫോർ ദിസ് സൈനസോയ്ഡൽ പൾസ് വിത്ത് മോഡുലേഷൻ. സോ ഇതാണ് ഇൻവെർട്ടറിന്റെ ഇവല്യൂഷൻ എന്ന് പറയുന്നത്. Now let us see where we will be using this inverters. ഇപ്പോഴും നമ്മൾ ആ സ്വിച്ച് മോഡ് എന്നുള്ള ടേം അവിടെ നിർത്തിയേക്കാണ്. We are now clear about what you known as DC to AC converters or inverters. ഇതുവരെയുള്ള പാർട്ട് നമുക്ക് ക്ലിയർ ആണ്. ഈ സ്വിച്ച് മോഡ് എന്നുള്ള പാർട്ട് അവിടെ നിൽക്കട്ടെ. സ്വിച്ച് മോഡ് എന്നുള്ള കേസ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്തെന്നുള്ളത് നമ്മൾ പറയും. അപ്പോൾ inverters, they are the power electronic converters which converts DC to AC. Now inverters in the basic ആയിട്ടുള്ള application,
ഇൻവേർട്ടേഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് പല കേസിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഈ പോയിന്റിൽ യൂസ് ചെയ്യാനുള്ള കാരണം AC മോട്ടോർ ഡ്രൈവ്സ്, UPS, ഓക്കെ, ഇതിലൊക്കെയാണ് ഡ്രൈവ് സിസ്റ്റംസിലും UPS സിസ്റ്റംസിലുമാണ് മെയിൻ ആയിട്ട് നമ്മുടെ DC to AC അല്ലെങ്കിൽ കൺവേർട്ടേഴ്സ് ആയിട്ടുള്ള DC to AC കൺവേർഷൻസ് പോസിബിൾ ആക്കാൻ വേണ്ടി നമ്മൾ ഇൻവേർട്ടേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഇൻവേർട്ടേഴ്സിന്റെ മെയിൻ എയിം ഞാൻ പറഞ്ഞു, DC ഫോമിൽ ഉള്ള എനർജീനെ AC ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ AC ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സ് ആണ് കൺട്രോൾ ചെയ്യേണ്ടത്. ഏതൊക്കെയാ? ഒന്ന് വോൾട്ടേജ്, ഒന്ന് ഫ്രീക്വൻസി. ഓക്കെ, ഇനി ഇൻവേർട്ടേഴ്സ് പല ക്ലാസിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, പല ടൈപ്പ് അല്ലെങ്കിൽ പല ക്ലാസിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. ഈ ചില ക്ലാസിഫിക്കേഷൻസിന്റെ കേസിൽ ഓക്കെ വിൽ ബി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവേർട്ടേഴ്സ് ആണ്. അപ്പൊ അതിൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ചില ഇൻവേർട്ടേഴ്സിന് വോൾട്ടേജ് മാത്രം ആയിരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ചില കേസിൽ ഫ്രീക്വൻസി മാത്രമായിരിക്കും. ചില കേസിൽ വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി രണ്ട് പാരാമീറ്റേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഇൻവേർട്ടർ സൈനസോയിഡൽ ആയിട്ടുള്ള ഒരു ഇൻവേർട്ടറിന്റെ ഔട്ട്പുട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് ഇൻവേർട്ടർ ആക്ഷൻ പോസിബിൾ ആയിട്ട് നമുക്ക് ഈ മോട്ടോർ ഡ്രൈവ് ആപ്ലിക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ we have to control both the voltage as well as frequency. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് എന്നുള്ള പാരാമീറ്റർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം, ഫ്രീക്വൻസി എന്നുള്ള പാരാമീറ്ററും കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഈ രണ്ട് പാരാമീറ്റേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ഔട്ട്പുട്ട് വരുന്ന സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡും ഫ്രീക്വൻസി ഇത് രണ്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻവേർട്ടേഴ്സ് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് മോട്ടോർ ഡ്രൈവ് ആപ്ലിക്കേഷൻസിലും UPS ആണ്. ഈ രണ്ട് ആപ്ലിക്കേഷൻ ഞാൻ എടുക്കാനുള്ള കാരണം ഓക്കെ സി AC മോട്ടോർ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ചോയ്സ് ആയിട്ട് ഒരു മൾട്ടിപ്പിൾ ചോയ്സിൽ കണ്ടു, UPS ഇതൊരു ചോയ്സ് ആയിരുന്നു. ഓക്കെ, സോ ഈ രണ്ട് ഇത് മൾട്ടിപ്പിൾ ചോയ്സിൽ ക്വസ്റ്റനിൽ കണ്ടതുകൊണ്ടാണ് ഐ എം യൂസിങ് സി AC മോട്ടോർ ഡ്രൈവ്സ് ആൻഡ് UPS. ഓക്കെ, ഇനി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എ DC to AC ഇൻവേർട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഇൻവേർട്ടേഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് we should be able to control the magnitude of output and frequency. ഓക്കെ, അതായത് ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം, ഫ്രീക്വൻസിയും കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഓക്കെ, യെസ് യെസ്. നൗ സീ, ഇനി നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഈ സ്വിച്ച് മോഡ് ഓക്കെ നമ്മൾ UPSലൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രൈവ് ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ ഈ സ്വിച്ച് മോഡ് ഇൻവേർട്ടേഴ്സ് എന്ന് വെറുതെ ഇൻവേർട്ടർ എന്നല്ല നമ്മൾ പറയാ, വിൽ ബി യൂസിങ് ദ ടേം സ്വിച്ച് മോഡ് DC to AC ഇൻവേർട്ടർ. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ സ്വിച്ച് മോഡ് എന്നുള്ള ടേം യൂസ് ചെയ്യാനുള്ള റീസൺ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സി ഇതൊരു മോട്ടോർ ഡ്രൈവ് ആപ്ലിക്കേഷൻ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു മോട്ടോർ ഡ്രൈവ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് 50 ഹെർട്സ് ആണ് വിചാരിക്കും. എൻ്റെ 50 ഹെർട്സ് AC ഇൻപുട്ട് ആണ് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, 50 ഹെർട്സ്. ഓക്കെ, ഈ 50 ഹെർട്സ് AC ഇൻപുട്ട് അറ്റ് എ പർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡ് I want to apply across an AC motor. AC മോട്ടറിലേക്ക് എനിക്ക് ഒരു ഡ്രൈവ് ആപ്ലിക്കേഷൻ ആയിട്ട് ഫീഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഫസ്റ്റ് അതിനെ റെക്ടിഫൈ ചെയ്തു. ഈ റെക്ടിഫൈ ചെയ്തതിന് ശേഷം ത്രൂ എ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ഐ എം സ്റ്റോറിംഗ് ഇറ്റ് അക്രോസ് എ DC സോഴ്സ്. എന്നിട്ട് ഈ DC സോഴ്സ് ഇൻപുട്ട് ഐ എം അപ്ലൈയിങ് across my switch mode inverter and I am feeding it to a motor. Okay, so first AC ആയിരുന്ന ഫോമിനെ ഫസ്റ്റ് DC ആയിട്ട് കൺവേർട്ട് ചെയ്തു. DCനെ it is stored across a capacitor. Okay, capacitor is acting as an input to the inverter. Okay, properly inverter ആയിട്ട് ആക്ട് ചെയ്യുന്നു ഈ കൺവേർട്ടർ. Okay, and this is it is feeding into a AC motor. അപ്പോൾ നമുക്കറിയാം മോട്ടോർ ഡ്രൈവ് ആപ്ലിക്കേഷൻസിലൊക്കെ ഓക്കെ മോട്ടോർ ഡ്രൈവ് അല്ലെങ്കിൽ ഡ്രൈവ് ആപ്ലിക്കേഷൻസിലൊക്കെ ഈ ഒരു സൈഡ് ലോഡ് സൈഡ് ഹാസ് ടു ആക്ട് ആസ് മോട്ടറായിട്ട് ആക്ട് ചെയ്യണം. അത് കൂടാതെ ബ്രേക്കിംഗ് വരുമ്പോൾ ഓക്കെ മോട്ടോർ ബ്രേക്കിംഗ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ മോട്ടറിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുന്ന് പവർ ഞാൻ ഇതിലേക്ക് ഫീഡ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ
പ്രോപ്പറായിട്ട് ഇതുവഴി പവർ പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്ത് ഈ ഒരു മോട്ടറിലേക്ക് ഞാൻ ഫീഡ് ചെയ്യുന്നു. മോട്ടർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതാണ് എന്റെ മോട്ടറിംഗ് മോഡ് ആക്ഷൻ. അതായത് നമ്മുടെ ഇൻപുട്ട് ഇങ്ങോട്ട് ഫീഡ് ചെയ്യുന്നു. പവർ ഇറ്റ് ഇസ് ഫ്ലോയിങ് ഫ്രം ദ സപ്ലൈ ടു ദ ലോഡ് സൈഡ്. ഓക്കെ ആണല്ലോ. സോ എ സി മോട്ടർ ഇറ്റ് ഈസ് വർക്കിംഗ്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇനി ഇതിന്റെ ബ്രേക്കിംഗ് കണ്ടീഷൻ, ഈ മോട്ടറിന്റെ ബ്രേക്കിംഗ് കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ബ്രേക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന എക്സസ് എമൗണ്ട് ഓഫ് പവർ, ഓക്കെ, ഇവിടെ വരുന്ന എക്സസ് എമൗണ്ട് ഓഫ് പവർ ഹാസ് ടു ബി ഫെഡ് ബാക്ക് ടു ഇൻപുട്ട്. കണ്ടോ, ഇവിടുത്തെ പവർ ഇറ്റ് ഹാസ് ടു ഫെഡ് ബാക്ക് ടു ദ ലോഡ് സൈഡ്, സോറി സപ്ലൈ സൈഡ്. അപ്പോ ഇവിടെ നോക്കിയേ, ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ, മോട്ടറിംഗ് മോഡ് ഓഫ് ഓപ്പറേഷൻ ആയിരുന്ന കണ്ടീഷനിൽ ഇത് ഒരു കൺവേർട്ടർ ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. അതായത് ജസ്റ്റ് ഒരു സ്വിച്ചസിന്റെ കളക്ഷൻ ആണ് അസ്യൂം ചെയ്യാം. അപ്പൊ എന്താ, എനിക്കിവിടെ ഡി സി ഇൻപുട്ട് വരുന്നുണ്ട്. ഈ ഡി സിനെ എ സി ആയിട്ട് കൺവേർട്ട് ചെയ്യണം, ശരിയല്ലേ? ഡി സിനെ എ സി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഡി സിനെ എ സി ആയിട്ട് കൺവേർട്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഈ മോട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്നു. യെസ്, പ്രോപ്പർ ആയിട്ട് മോട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് ആ ടൈമില് ദിസ് ഇസ് ആക്ടിങ് ആസ് എ ഇൻവെർട്ടർ. ഈ ഒരു കൺവെർട്ടർ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ ഇൻവെർട്ടർ. പക്ഷെ നോക്കിയേ, അടുത്ത സ്റ്റേജിൽ, ഓക്കെ, അപ്പോ ഈ ഒരു സ്റ്റേജിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡ്രോബാക്ക് എന്താ? ഈ മോട്ടർ ഇവിടെ മോട്ടർ ബ്രേക്കിംഗ് കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന എക്സസ് എമൗണ്ട് ഓഫ് എനർജി ഐ എം നോട്ട് ഏബിൾ ടു ഫെഡ് ബാക്ക് ടു ദ സോഴ്സ്. കണ്ടോ, കാരണം എന്താ, ഇവിടെ ഇത് ജസ്റ്റ് ഒരു റെക്ടിഫയർ സെഷൻ ആണ്. അപ്പോ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന എക്സസ് എമൗണ്ട് ഓഫ് പവർ ഇവിടെ ഡെസിപ്പേറ്റ് ചെയ്ത് ഹീറ്റ് ആയിട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പോ നമുക്ക് എന്ത് പറയാം, ഇതൊരു യൂണി ഡയറക്ഷണൽ പവർ ഫ്ലോ, യൂണി ഡയറക്ഷണൽ പവർ ഫ്ലോ കേസ് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ശരിയല്ലേ? പക്ഷെ ആക്ച്വൽ കേസിൽ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് പവർ നടക്കണമെങ്കിൽ എന്ത് വേണം? മോട്ടറിംഗ് മോഡില് പവർ ഹാസ് ടു ഫ്ലോ ഫ്രം സപ്ലൈ സൈഡ് ടു ലോഡ് സൈഡ്. ഇനിയോ ബ്രേക്കിംഗ് കണ്ടീഷനിലോ, ബ്രേക്കിംഗ് കണ്ടീഷനിൽ പ്രോപ്പർ ആയിട്ട് ദ പവർ ഹാസ് ടു ഫ്ലോ ഫ്രം ദ ലോഡ് സൈഡ് ടു സോഴ്സ് സൈഡ്. എന്നാൽ പവറിന്റെ ഫ്ലോ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ ഡ്രൈവിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്ന കാര്യങ്ങൾ ഹൈ ആയിരിക്കും. സോ അങ്ങനെ ബൈ ഡയറക്ഷണൽ പവർ ഫ്ലോ പോസിബിൾ ആവണമെങ്കിൽ, ഓക്കെ, ബൈ ഡയറക്ഷണൽ പവർ ഫ്ലോ പോസിബിൾ ആവണമെങ്കിൽ ഫസ്റ്റ് തിങ് എന്തായിരിക്കണം? ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഐ ഹാവ് ടു റീപ്ലേസ്. ഈ ഒരു കൺവേർട്ടർ ആ ടൈമിൽ എന്തായിട്ട് ആക്ട് ചെയ്യണം? നേരത്തെ കേസ് യൂണി ഡയറക്ഷണൽ പവർ ഫ്ലോ വന്നപ്പോൾ ഡി സി ടു എ സി, അതായത് ഇത് ഇൻവെർട്ടർ ആയിട്ട് ആക്ട് ചെയ്തു. പക്ഷേ ബ്രേക്കിംഗ് മോഡ് ഓഫ് ഓപ്പറേഷൻ വന്നപ്പോഴോ, ബ്രേക്കിംഗ് മോഡ് ഓഫ് ഓപ്പറേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ എ സി മോട്ടറിന് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന പവർ ഇറ്റ് ഹാസ് ടു ഫെഡ് ടു ദ സപ്ലൈ സൈഡ്, ശരിയല്ലേ? സപ്ലൈ സൈഡിലേക്ക് ഫീഡ് ചെയ്യണം. സോ സപ്ലൈ സൈഡിലേക്ക് ഫീഡ് ചെയ്യണമെങ്കിൽ ദിസ് ഹാസ് ടു ആക്ട് ആസ് എ റെക്ടിഫയർ, ശരിയല്ലേ? ഓക്കെ, സോ ഞാൻ ഇതിലൊരു മോഡിഫിക്കേഷൻ ചെയ്തു. ഇനി ഇത് ഞാൻ റെക്ടിഫയർ ആക്ട് ചെയ്താലും ഇതെന്താ, ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ മാത്രമാണ്. ഇപ്പൊ നമുക്കറിയാം, വെറും ഒരു ഡയോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു യൂണി ഡയറക്ഷണൽ ആയിട്ട് ഡിവൈസ് ആണ്. അതിന് ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇങ്ങോട്ട് ജനറേറ്റ് ചെയ്താലും ഇവിടെ ഒരു എക്സസ് എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റർ വെച്ചിട്ട് ആ റെസിസ്റ്ററിന് അക്രോസ് പവർ ഡെസിപ്പേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവിടെ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇങ്ങോട്ട് നമുക്ക് ഫീഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പോൾ വാട്ട് ഐ എം ഡൂയിങ്, രണ്ടിനെയും, അതായത് ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയറിനെയും ഞാൻ എന്തായിട്ട് റീപ്ലേസ് ചെയ്തു? ഒരു സ്വിച്ച് മോഡ് കൺവേർട്ടർ ആയിട്ട് ഞാൻ റീപ്ലേസ് ചെയ്തു. അപ്പോൾ എന്തായി, ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ മോട്ടർ ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ മോട്ടറിംഗ് മോഡിലേക്ക് വരികയാണെങ്കിൽ നോക്കിയേ, സപ്ലൈന്ന്, ഓക്കെ, ദിസ് ഇസ് ആക്ടിങ് ആസ് എ റെക്ടിഫയർ. യെസ്, ദിസ് ഇസ് ആക്ടിങ് ആസ് എ റെക്ടിഫയർ. കണ്ടോ, ദിസ് ഇസ് ആക്ടിങ് ആസ് എ റെക്ടിഫയർ, സ്റ്റോറിങ് എനർജി അക്രോസ് ദിസ് കപ്പാസിറ്റർ. ദെൻ ഡ്യൂറിങ് ഇൻവേർഷൻ അല്ലെങ്കിൽ this converter act as an inverter and it is fed to the motor side. Okay, motoring mode. ഇനി ഡ്രൈവ് ബ്രേക്കിംഗ് കണ്ടീഷനിലാണെങ്കിലോ, ബ്രേക്കിംഗ് കണ്ടീഷനിലാണെങ്കിൽ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന എക്സസ് എമൗണ്ട് ഓഫ് പവർ, ഓക്കെ, ദിസ് ഹാസ് ടു ഫെഡ് ബാക്ക് ടു ദ സപ്ലൈ, അല്ലെ? അപ്പോ ആ കണ്ടീഷനിൽ ദിസ് ഹാസ് ടു ആക്ട് ആസ് എ റെക്ടിഫയർ ആൻഡ്
this has to act as an inverter. ശരിയല്ലേ? സോ സി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇത് രണ്ടും അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷനിലേക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു കൺവേർട്ടർ എന്ന് പറയുന്നത് അതിനെ റെക്ടിഫയർ ആയിട്ടോ ഇൻവേർട്ടർ ആയിട്ടോ യു ഡോണ്ട് നീഡ് ടു ക്ലാസിഫൈ. ഓക്കെ, അതിന്റെ സ്വിച്ചിങ് പ്രോപ്പർ ആയിട്ടുള്ള സ്വിച്ചിങ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഐ ക്യാൻ മേക്ക് ഇറ്റ് ഓപ്പറേറ്റ് ആസ് എ റെക്ടിഫയർ ഓർ എ ഇൻവേർട്ടർ. കണ്ടോ? അപ്പൊ സെയിം കൺവേർട്ടറിനെ if I am operating in the rectifier mode, this will be acting as a, this drive is acting as a, like this drive will be in the motoring mode. ഇനി സെയിം കൺവേർട്ടറിനെ തന്നെ എന്തായി ഇൻവെർട്ടർ മോഡിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന എക്സസ് എമൗണ്ട് ഓഫ് പവർ ഇറ്റ് ഈസ് ഗെറ്റ് ഫിഡ് ബാക്ക് ടു ദ സപ്ലൈ. ഓക്കെ, അപ്പൊ എന്തായി ബൈ ഡയറക്ഷണൽ പവർ ഫ്ലോ പോസിബിൾ ആയി. ശരിയല്ലേ? അപ്പോ ഈ ടേമിന്റെ കാര്യം ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ സ്വിച്ച് മോഡ് എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. അതായത് എന്റെ കൺവേർട്ടറിലുള്ള സ്വിച്ചസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സ്വിച്ചിങ് സ്റ്റേറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ മേക്ക് ഇറ്റ് ഓപ്പറേറ്റ് ആസ് എ ഇൻവെർട്ടർ, ഐ ക്യാൻ മേക്ക് ഇറ്റ് ഓപ്പറേറ്റ് ആസ് എ റെക്ടിഫയർ. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലും ഇൻവെർട്ടറിന്റെ ആപ്ലിക്കേഷൻ ഡ്രൈവ്സിന്റെ കേസിലായതുകൊണ്ടാണ് വി വിൽ ബി യൂസിങ് ദിസ് ടേം ടുഗദർ. കണ്ടോ? സ്വിച്ച് മോഡ്, ഡി സി ടു എ സി ഇൻവെർട്ടർ എന്നുള്ള കാര്യം ഒരുമിച്ച് യൂസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള സ്വിച്ചിങ് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റെക്ടിഫിക്കേഷനും പോസിബിൾ ആവണം, എനിക്ക് ഇൻവേർഷനും പോസിബിൾ ആവണം. സോ ദാറ്റ് ബൈ ഡയറക്ഷണൽ പവർ ഫ്ലോ എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആവും. ഓക്കെ, യെസ്, അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് സി വെരി വെരി ഇമ്പോർട്ടൻറ്റ് സ്വിച്ച് മോഡ് ഇൻവെർട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഡി സി ടു എ സി ഇൻവെർട്ടറിന്റെ കേസിൽ ഉള്ള ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ വെരി ബേസിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് we will be dividing depending upon the input. ഓക്കെ, അപ്പോൾ ഇൻവെർട്ടറിലേക്ക് വരുന്ന ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ടാണ്, ഇൻവെർട്ടറിന്റെ ഇൻപുട്ടിൽ അപ്പിയർ ചെയ്യുന്ന ക്വാണ്ടിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് വി ആർ ഡിവൈഡിങ് ഇറ്റ് ആസ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ആൻഡ് കറന്റ് സോഴ്സ് ഇൻവെർട്ടർ. ഓക്കെ ആണല്ലോ? സോ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് ഡി സി. കണ്ടോ? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് ഡി സി will be acting as my input. കണ്ടോ? a constant value of DC will be acting as my input. Okay, and this will be feeding to the load. That is known as voltage source inverter. Okay ആണല്ലോ? voltage source inverter. ഇനി see, suppose I am feeding current to the inverter. current എങ്ങനെ നമുക്ക് ഫീഡ് ചെയ്യാം? ജസ്റ്റ് ഇവിടെ ഇൻഡക്ടർ വെച്ചാൽ മതി, ഹൈ വാല്യൂഡ് ഇൻഡക്ടർ. പക്ഷേ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നതും ഏറ്റവും കൂടുതൽ യൂസേജ് വരുന്നതും വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിന്റെ കേസിലാണ്. ഓക്കെ, അപ്പോൾ voltage source in series with an inductor, this will be acting as a current source and this will be acting as a current source, അല്ലെങ്കിൽ ഈ current source ആയിരിക്കും നമ്മുടെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഇൻവെർട്ടറിന്റെ ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ യൂസേജ് വരുന്നതും ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ആണ്. ഓക്കെ, സോ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിനെ we can again classify it as pulse width modulated inverters. Okay, pulse width modulated inverters, square wave inverters, പിന്നെ single phase inverters with voltage cancellation. Okay ആണല്ലോ? pulse width modulation inverters, square wave inverters, പിന്നെ single phase inverters with voltage cancellation. ഓക്കെ, അപ്പൊ അതിലെ ഏറ്റവും ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന പാർട്ട് ഇതാണ്, പൾസ് വിത്ത് മോഡുലേറ്റഡ് ഇൻവെർട്ടേഴ്സിന്റെ കേസിൽ നിന്നും സ്ക്വയർ വേവ് ഇൻവെർട്ടേഴ്സിന്റെ കേസിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ഇനിയുള്ള ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഈ രണ്ട് ടേമുകൾ, ഇതിന്റെയൊക്കെ ഔട്ട്പുട്ട് ഇക്വേഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ, അതിന്റെ ഔട്ട്പുട്ട് എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ്, V0, അതിന്റെയൊക്കെ ഇക്വേഷൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പൾസ് വിത്ത് മോഡുലേഷൻ ആണെങ്കിൽ ആ പൾസ് വിത്ത് മോഡുലേഷനിലുള്ള ടേംസ്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ റേഷ്യോ,
ഫ്രീക്വൻസി മോഡുലേഷൻ റേഷ്യോ, ഹാർമോണിക് കണ്ടന്റ്, അതൊക്കെ പല മൾട്ടിപ്പിൾ ചോയ്സിലും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ടിന് വെയിറ്റേജ്